അപ്പുട്ടിയെ എന്താ ഇവിടെ കിടന്നിരുന്നു? ഇന്ന് തിരുവോണല്ലേ? ഞാൻ അതൊക്കെ ഒന്നാണ് വൃത്തിയാക്കി. ഞാൻ എൻ്റെ മോനെ ചോറുന്നാ വിളിച്ചിക്കണേ. നമുക്ക് രണ്ടോ ഒപ്പം എത്ര കാലാടാ നമ്മള് വാ. ഞാൻ ഇല്ല നാസറേ, ഓനെ എന്നോട് പറഞ്ഞിട്ടില്ല. ഓനും എൻ്റെ പെണ്ണുങ്ങളും ഓൻ്റെ അമ്മയും മതി. ഇത്രയും കാലം നോക്കി വളർത്തിയതിനൊന്നും കാര്യമില്ല. ഇജ്ജ് പോയിട്ട് പോരെ. യോഡർ എത്ര നേരം ഞാൻ വിളിക്കണേ? വൈകുന്നേരം പാർട്ടിൻ്റെ ഇട്ടാ മറക്കണ്ട. പിന്നെ പ്രജീഷിനും ഇവനൊക്കെ വിളിച്ചോ? പിന്നെ വൈകുന്നേരം നമുക്കൊന്ന് പിടിപ്പിച്ചാലോ? സെറ്റാക്കല്ലേ? ഓക്കാക്കല്ലേ? നാസറാക്ക, എന്തൊക്കെയാണ് വിശേഷങ്ങള്? നല്ല വിശേഷം. കേറിട്ടാ. അല്ല, നമ്മള് കഴിക്കല്ലേ? അച്ഛനെവിടെ? അച്ഛൻ വന്നോളൂ. എന്താ അച്ഛൻ വന്നോളൂന്ന്? അച്ഛൻ വരുന്നേ. അച്ഛനിപ്പോ ഇന്ന് ഞാൻ മാത്രമല്ലടോ വേണ്ടത്, അച്ഛനാണ് ഇവിടെ നിർബന്ധമായിട്ട്. അച്ഛനില്ലാത്ത പരിപാടിയൊക്കെ തന്നെ വന്ന് വിളിച്ചിട്ട് കാര്യം. എടാ, ഒരു കാലത്ത് ഈ ഓണത്തിനും വിഷുവിനും അച്ഛൻ്റെ മടിയിലിരുന്നുകാണ്ട് ചോറുന്നാൻ കരഞ്ഞിരുന്ന മനുഷ്യനെ നിൽക്കും. ഇപ്പോൾ അച്ഛനും വേണ്ട, ആരും വേണ്ട, കുടുംബമൊന്നും വേണ്ട. അതൊക്കെ പഴയ കാലല്ലേ? പഴയ കാലല്ല. ഒരു കാര്യം ചെയ്യും, എൻ്റെ അപ്പുണ്ണില്ലാത്ത ചോറ് എനിക്ക് വേണ്ട. മനസ്സിലായെങ്കിൽ നിങ്ങൾ ആരൊക്കെ വെച്ചാലാണ് തിന്നോളി. വേണ്ട നാസറേ, അതിൻ്റെ എത്ര പെട്ടെന്ന് പോകുന്നു ഈ? എടാ, എനിക്ക് ആ ചോറ് ഇറങ്ങൂലടാ. എൻ്റെ എനിക്ക് തോന്നുന്നുണ്ട് എജ്ജില്ലാതെ ആ ചോറ് ഞാൻ പോയി തിന്നു. എങ്ങനെ എനിക്കത് ഇറങ്ങുമോ? നമ്മൾ തമ്മിലുള്ള അവസ്ഥ അങ്ങനെ. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. എടാ, എനിക്ക് ഓർമ്മ ഉണ്ടാ അച്ഛനും അമ്മയും എൻ്റെ പെങ്ങന്മാരും എൻ്റെ അമ്മായികളൊക്കെ എന്ത് രസമായിട്ട് നമ്മൾ പണ്ട് ഓണം ആഘോഷിച്ചിരുന്നത്. ആ പൂക്കളൊക്കെ ഇട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അമ്മൻ്റെ ആ സാമ്പാറും ഇതൊക്കെ തിന്ന് എനിക്ക് ഓർമ്മയില്ലേ? അപ്പം എന്താ പറയുക, ആ കാലം കഴിഞ്ഞ് അത് കൂട്ടിക്കോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എങ്ങനെ അറിയാം? നമ്മളല്ല വലുത്, അത് ഭാര്യൻ്റെ അച്ഛനും അമ്മയും. നമ്മുടെയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും കാലം കൊണ്ട്. ഇപ്പമില്ല. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് വലുത്, അവരെയാണ് അവരത് സ്വീകരിക്കൽ. അതുകൊണ്ടാണ് ഞാൻ കേൾക്കാതെ പോകുന്നത്. ഞാൻ കുട്ടിയെ, ഞാൻ പോടട്ടെടാ.